ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നിങ്ങളൊരു മേക്കപ്പ് പേഴ്സൺ അല്ല. ആസ് എ ബിഗിനർ നിങ്ങൾ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പൗച്ചിൽ കാണിച്ചു തരുന്ന ഐറ്റംസ് മാത്രം വാങ്ങിച്ചാൽ മതി. കാരണം നമുക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് വരുമ്പോൾ ഒരുപാട് സാധനങ്ങളുടെ ഒരു ആവശ്യമില്ല. നമ്മളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റോ ഒരു ബ്യൂട്ടീഷ്യൻ അങ്ങനെ ഒന്നുമല്ല. അപ്പം നമുക്ക് ഇത്രയും പ്രൊഡക്ട്സ് മാത്രം മതി. ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ഒരു സ്ട്രോബെറി മോയ്സ്ചറൈസറാണ്. നമ്മൾ എപ്പോഴും പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിലും വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. നല്ലതാണ്. അത് നമ്മൾ ചെയ്യണം. നമ്മൾ ഫേസ് വാഷ് കൊണ്ടൊക്കെ ഫേസ് കഴുകിയ ശേഷം നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ എന്തുകൊണ്ടും ഒരു മോയ്സ്ചറൈസർ നമുക്ക് വേണം. ഇതൊരു ഞാൻ ഓഫർ ഉണ്ടായിരുന്ന സമയത്താണ് വാങ്ങിച്ചത്. പക്ഷേ ഇത് നല്ലൊരു അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നല്ല ബെസ്റ്റ് മോയ്സ്ചറൈസറാണ്. നെക്സ്റ്റ് നമ്മൾക്ക് സൺസ്ക്രീന് മതി. നമ്മൾ പ്രൈമറിലോട്ടൊന്നും പോകുന്നില്ല. കാരണം പ്രൈമറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുമ്പോഴാണുള്ളൂ പ്രൈമറിൻ്റെ ആവശ്യം. നിങ്ങളെപ്പോഴും ഒരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോകാൻ എന്തുകൊണ്ടും ടിൻറ്റഡ് സൺസ്ക്രീനാവും നല്ലത്. കാരണം നമുക്കത് മാത്രം അപ്ലൈ ചെയ്താൽ മതി. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ. ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പോൺസിൻ്റെ സിറം സൺസ്ക്രീനാണ് കേട്ടോ. ഇതിട്ട് നമ്മൾ സ്കിന്നിൽ വേറെ ഹൈലൈറ്ററോ അതൊന്നിൻ്റെയും ആവശ്യമില്ല. കാരണം നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആവും. അതുപോലെ തന്നെ ഒരു സ്കിൻ ടോണൊക്കെ ഒന്ന് ചേഞ്ച് ആവും കേട്ടോ. കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. പിന്നെ നെക്സ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത് ഡോട്ട് ആൻഡ് കീയുടെ തന്നെ ഒരു ടിൻറ്റഡ് സൺസ്ക്രീനാണ്. ഇത് മാത്രം മതി നമുക്ക്. ഇതും ഒരു ഫൗണ്ടേഷൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് വരുന്ന ഒരു സൺസ്ക്രീനാണ്. പിന്നെ നമ്മുടെ ഒരുവിധമുള്ള കവറേജൊക്കെ ഒരുവിധമുള്ള നമ്മളെ ബ്ലാക്ക് മാർക്സൊക്കെ ഒന്ന് കവറാവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ എപ്പോൾ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെയുള്ളൊരു സൺസ്ക്രീന് ചൂസ് ചെയ്താൽ നിങ്ങൾക്കത് നല്ലതായിരിക്കും. നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റ് പറയുമ്പോൾ ഈ ഒരു ഒലയാണ്. നിങ്ങളൊരു ക്രീം കൂടെ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെന്തായാലും വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ. കാരണം ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങളൊരു ക്രീം തപ്പി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും വാങ്ങിച്ചോളൂ. ഒരിക്കലും നിങ്ങൾക്കിത് റിഗ്രറ്റ് ആവില്ല. അത്രയും നല്ലൊരു പ്രൊഡക്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് പറയുമ്പോൾ അത്രയും ഫേവറേറ്റ് ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ എന്തോ ബോട്ടിലാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്. നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് നമുക്ക് എന്തായാലും കിട്ടും. നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ചേഞ്ച് ആവാൻ സഹായിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ UV പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് വെയിലൊക്കെ ഉള്ള ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു SPF ഉള്ള ഒരു ലിപ് ബാം ആണ് കേട്ടോ. പുറത്തേക്ക് പോകുന്നവരാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് സാധാ ലിപ് ബാം യൂസ് ചെയ്താൽ മതി. ജസ്റ്റ് പുറത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു SPF ഉള്ള ലിപ് ബാം ആയിരിക്കും കേട്ടോ നല്ലത്. അത് ഡെർമാക്കോൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അഫോർഡബിൾ റേറ്റിന് കിട്ടുന്നൊരു ലിപ് ബാം ആണ് കേട്ടോ. അഫോർഡബിൾ റേറ്റിൽ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ. നല്ല പ്രൊഡക്റ്റാണ്. നമ്മുടെ സ്കിന്നിലല്ല ലിപ്പിലുള്ള പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് കുറക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ നമ്മൾ ഏകദേശം സാധനങ്ങളൊക്കെ ആയി. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഐ മേക്കപ്പിനുള്ള സാധനങ്ങളാണ്. ഞാൻ ഇതിൽ ഐ ഷാഡോ പാലറ്റോ മസ്കാര അങ്ങനെയുള്ളതൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് പുറത്ത് പോകുമെങ്കിൽ നമുക്ക് എന്താ ചെറിയതായിട്ടുള്ള രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് അതൊക്കെയാണ് കേട്ടോ. ഒന്ന് ഐബ്രോ പെൻസിലാണ്. ഇത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളറുള്ളൊരു പെൻസിലാണ് കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെയാണ്. ഇതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് കാജൽ. ഉള്ളിൽ കണ്ണെഴുതാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്ക് വാങ്ങിച്ചാൽ മതി. ഇതും പിന്നെ ഇതിൻ്റെ സെറ്റിൽ കൂടെ വരുന്നതാണ് ഈ ഒരു ഐലൈനർ കേട്ടോ. ഒരു വാട്ടർ പ്രൂഫ് ഐലൈനർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ. ഞാൻ ഇത് വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ വേറൊരു ഐലൈനറുമൊക്കെ ഞാൻ പോയിട്ടില്ല. കാരണം ഇത് അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഞാനൊക്കെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കണ്ണൊക്കെ എഴുതിയ പെനയുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു ഐലൈനറുമൊക്കെ മാറിയിട്ട് എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഇതെന്തുകൊണ്ടും ഒരു വർത്തായിട്ട് പ്രൊഡക്റ്റ് തന്നെയാണ്. മെയ്ബെലൈൻ്റെയാണ് കേട്ടോ. രണ്ട് പ്രൊഡക്ട്സും മെയ്ബെലൈൻ്റെയാണ്. കാരണം ഐലൈനറും അതുപോലെ തന്നെ ഐ സ്റ്റിക്കും കേട്ടോ. പിന്നെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് കുറച്ച് ലിപ്സ്റ്റിക്സ് ആണ്. ഇതിലേതെങ്കിലും ഒന്ന് മതി കേസ്. നിങ്ങൾക്ക് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഈ ഒരു ലിപ്സ്റ്റിക്കില്ലേ, ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഈ ലിപ്സ്റ്റിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് പ്രൊഡക്റ്റാണ്. ഞാൻ നേരത്തെ ഒലയെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കും എൻ്റെ അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. എനിക്ക് ചേരുന്നൊരു ഷെയ്ഡാണ്. നിങ്ങളൊരു മീഡിയം സ്കിൻ ടോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും പർച്ചേസ് ചെയ്താൽ മതി. അത്രയും ന്യൂഡായിട്ടുള്ളൊരു കളറാണ്. പിന്നെ നമുക്കിത് ഡെയിലി ബേസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ള ലിപ്സ്റ്റിക്കാണ്. പിന്നെ നമുക്ക് ലിപ്പ് ലൈനറൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരു മാസിൻ്റെ ലിപ്പ് ലൈനറും കൂടെ വാങ്ങിച്ചോളൂ. രണ്ടിൻ്റെ ഷെയ്ഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫെയർ മീഡിയം സ്കിന്നൊക്കെ ആണെങ്കിൽ ഇതെന്തായാലും വാങ്ങിച്ചോളൂ, കുഴപ്പമില്ല. പിന്നെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക്, ഈ കാണിക്കാൻ പോകുന്ന ലിപ്സ്റ്റിക്ക് ഒരിക്കലും നിങ്ങൾ വാങ്ങരുത് കേസ്. കാരണം ഫസ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു ഇത്, ഡേസ്ലറിൻ്റെ കോഫി ഷെയ്ഡ്. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചുണ്ട് ഭയങ്കരമായിട്ട്, നമ്മുടെ ലിപ്സ് ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റഡ് ആവും കേട്ടോ. നല്ല ഡാർക്കായിട്ട് മാറും. അതുപോലെ തന്നെ നിങ്ങൾ ഫങ്ഷൻസിനൊക്കെ ഒന്ന് ബ്രൈറ്റ് ആയിട്ട് നോക്കുന്ന ലിപ്സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ മെയ്ബെലൈൻ്റെ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചോളൂ.
ഈ 2 ലിപ്സ്റ്റിക്ക് നിങ്ങളുടെ കയ്യിൽ എന്തുകൊണ്ടും ഉണ്ടായിരിക്കേണ്ട 2 ലിപ്സ്റ്റിക്സാണ്. മറ്റേത് ഞാൻ ഒരിക്കലും അതിൽ കാണിച്ചതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാത്തൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടോ. ഈ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്തോളൂ. ഇതുപോലത്തെ വീഡിയോസ്, ഹോൾ വീഡിയോസ്, ഫാഷൻ റിലേറ്റഡ് വീഡിയോസ്, അങ്ങനെ അൺബോക്സിങ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.